പാലാ ടൗണിൽ നിന്നും ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ദൂരം ഹൈവേയിലൂടെയൊക്കെ പോയി കഴിയുമ്പോൾ ആ ഹൈവേയിൽ നിന്ന് ഒരു 300 മീറ്റർ ദൂരം ഭാഗത്തോട്ട് കയറിയിരിക്കുന്ന നല്ലൊരു കിടുക്കൻ വീട്, നല്ല ക്വാളിറ്റിയിൽ പണിത, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയലുകൾ മാത്രം, ജാഗ്വാറിൻ്റെ അതുപോലെയുള്ള ഫിറ്റിങ്സുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന, തേക്കൻ തടികൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന, കമ്പനി ടൈലുകൾ മാത്രം ഇട്ടിരിക്കുന്ന, കബോർഡ് വർക്കുകളാണെങ്കിലും എല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന, എല്ലാം അൾട്രാടെക് സിമെന്റ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ കിടുക്കൻ വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. അപ്പോൾ ഇത് 14.5 സെന്റ് സ്ഥലമുണ്ട്, 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്, 2250 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, കിണർ വെള്ളമുണ്ട്. ഒപ്പം വീട് പണിയുന്ന സമയത്ത് നനയ്ക്കുവാനും സൗകര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടി ഒരു ബോർവെല്ലും കൂടെ ചെയ്തിട്ടുണ്ട്, 2നും മോട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കിടുക്കൻ വീടിന്റെ ഈ മുൻപിലൂടെ നമ്മൾ പോകുമ്പോൾ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 1,25,00,000 രൂപ മാത്രം. അത് നെഗോഷ്യബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾ നമ്മളെ വീടിന്റെ വ്യൂ കാണുന്ന കൂടത്തിൽ തന്നെ നമുക്ക് കാണാം. അപ്പോൾ മൊത്തത്തിൽ വീടിന്റെ വീഡിയോ കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെയും കണ്ടിട്ടില്ല അല്ലെങ്കിൽ റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വേഗം പോകാം. കിഴക്ക് ദർശനത്തിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് ഹൈവേയിൽ നിന്നും വെറും 300 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന ഈ വീട്, ഈ സുന്ദര ഭവനം ഇതാ ഇവിടെ വിൽപ്പനയ്ക്ക്. റൂഫ് ചെയ്തിരിക്കുന്ന മോഡല് നല്ല കേരള സ്റ്റൈല് വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 14.5 സെന്റ് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ 2250 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ്. 4 ബെഡ്റൂം, 4ഉം അറ്റാച്ച്ഡ് ആണ്. കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന സൈഡിലും ബാക്കിലും ഫ്രണ്ടിലും സൈഡിലൂടെ എല്ലാം മുറ്റമുണ്ട്. കാണുന്നവരൊക്കെ ചിലരിപ്പം മിക്കവരും വരുന്നവർ പറയാറുണ്ട്, ഒരു തെങ്ങ് വെക്കുവാനായിട്ടുള്ള സ്ഥലമൊക്കെ ഞങ്ങൾക്ക് വേണം, ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ എന്താ വില, അപ്പം മുറ്റത്തൊരു തെങ്ങ് ഉണ്ടെങ്കിൽ വീട്ടിൽ അരച്ചു കൂട്ടാൻ തേങ്ങ കിട്ടുമല്ലോ എന്ന് പറയാറുണ്ട്. അതിനൊക്കെ സ്ഥലം കിട്ടുന്ന രീതിയിൽ 14.5 സെന്റ് സ്ഥലത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വിശാലമായ ഒരു കാർ പോർച്ച്, മുറ്റമെല്ലാം ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് ചരലിട്ടെടുത്തിരിക്കുന്ന നല്ല മുറ്റം. അങ്ങനെയുള്ള നല്ല മുറ്റവും സൗകര്യങ്ങളും എല്ലാമുള്ള ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്, വലിപ്പമുള്ള സിറ്റ് ഔട്ട്, വലിപ്പമുള്ള കാർ പോർച്ച്, ഇത് രണ്ടും നമ്മൾ കണ്ടു. നമ്മൾ സിറ്റ് ഔട്ട് നല്ല ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. എല്ലാം ജനൽപ്പാളികളാവട്ടെ, ഫ്രണ്ട് ഡോറാവട്ടെ, ബാക്ക് ഡോറാകട്ടെ, അകത്തെ ഡോറുകൾ, ബെഡ്റൂമുകളുടെ ഡോറുകളായിക്കോട്ടെ, ഇവയെല്ലാം തേക്കിൻ തടി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സിമ്പിളായിട്ട് എന്നാൽ ക്യൂട്ടായിട്ട് കിട്ടുന്ന നല്ലൊരു ഫ്രണ്ട് ഡോറ് ഇതാ ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞു. നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമായൊരു സ്വീകരണ മുറിയും അതിനോട് സമീപത്തായിട്ട് തന്നെ ചെറിയൊരു ടേബിൾ പോലെ വിൻഡോയുടെ സമീപത്ത് ചെയ്തു വന്നിരിക്കുന്നത് കാണാം. നല്ല ജിപ്സം വർക്കുകൾ ചെയ്തിരിക്കുന്നത് കാണാം. നല്ല വാം ഫീലിംഗ് ഉള്ള നല്ല ലൈറ്റുകൾ ഇട്ടുകൊണ്ടാണ്, സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്തുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് കയറിയപ്പോൾ അതിലും വിശാലമായ ഡൈനിങ് ഹാള്. അവിടെ നമ്മുടെ സ്വീകരണ മുറിയിൽ നിന്ന് കയറുമ്പോൾ തന്നെ നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയയും ഓപ്പൺ ഡൈനിങ് സ്പേസും കൂടി ഇടാവുന്ന രീതിയിൽ തന്നെ വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ്. TV യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ജിപ്സം വർക്കുകൾ, പ്രൊഫൈൽ ലൈറ്റുകൾ, എല്ലാ സംഭവങ്ങളും നല്ല രീതിയിൽ ചെയ്തുകൊണ്ട്, സ്ട്രിപ്പ് ലൈറ്റുകൾ എല്ലാം നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് 3 ഫേസ് വയറിംഗ് ഇട്ടുകൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ബെഡ്റൂമുകളിലേക്ക് കയറുകയാണ്. മൊത്തം തേക്കിൻ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഡോറുകൾ കണ്ട് AC-യുടെ പോയിൻ്റാണ് ആ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് കാണാം. അതും തേക്കിൻ തടി കൊണ്ട് തന്നെയുള്ള കബോർഡ് വർക്കുകൾ കാണാം. കബോർഡ് വർക്കുകൾ ഒന്ന് തുറന്ന് കാണിക്കാം. ഒരെണ്ണം തുറന്ന് കാണിച്ചു കഴിയുമ്പോൾ എല്ലാ കബോർഡിനെ പറ്റിയും നല്ലൊരു ഐഡിയ കിട്ടും. ഇവിടെ ഗ്ലാസ് കൊണ്ട് നമ്മുടെ തുണിയൊക്കെ എടുത്ത് അടുക്കി വെക്കാവുന്ന രീതിയിൽ ഗ്ലാസ് കൊണ്ടാണ് തട്ട് കൊടുത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും തണുപ്പ് വരത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഷർട്ടൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണ് വന്നിരിക്കുന്നത്. ക്ലോസറ്റുകളെല്ലാം ജാഗ്വാറാണ്. ടാപ്പുകൾ, ക്ലോസറ്റുകൾ, ഷവർ, എല്ലാ സംഭവങ്ങളും ജാഗ്വാറാണ്. ഇൻബിൽട്ടായിട്ടുള്ള ക്ലോസറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ എക്സോസ് ഫാൻ സഹിതം എല്ലാ സംവിധാനത്തോടും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂം കണ്ടുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം പോവുകയാണ്. രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്.
4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. 1,25,00,000 രൂപ ചോദിച്ചാലും ചോദിക്കുന്ന വിലയിൽ നിന്നും കാര്യമായ നെഗോഷിയേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഉടമ പ്രതീക്ഷിക്കുന്ന വിലയാണ്, ചോദിക്കുന്ന വിലയാണ്. അപ്പോൾ ഇവിടെയും ടോയ്ലറ്റ് നല്ല വലിപ്പമുള്ള ടോയ്ലറ്റ്, ഇൻബിൽറ്റ് ആയിട്ട് ക്ലോസറ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് കഴുകാനൊക്കെ പറ്റുന്ന രീതിയിൽ വാഷ് ചെയ്ത് പോകുമ്പോൾ ക്ലോസറ്റിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് കഴുകി വിടാം. ക്ലോസറ്റിൻ്റെ ഷേപ്പുകളൊക്കെ നമ്മൾ എപ്പോഴും ഒരു വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമൊക്കെ മാത്രം ഒരു ഹോള് പോലെയൊക്കെ വന്നു കഴിയുമ്പോൾ അവിടെ ഒന്നും വാഷ് ചെയ്യാനോ കഴുകാൻ വൃത്തിയായിട്ട് കിടക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു വീട് നിർമ്മിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് തന്നെ വന്നു. ഇവിടെ TV യൂണിറ്റ് മനോഹരമായി ചെയ്തിരിക്കുന്ന, എത്ര വലിപ്പമുള്ള TV, 56 ഇഞ്ച് TV വേണമെങ്കിലും വയ്ക്കാവുന്ന രീതിയിലുള്ള സ്പേസാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ ഇവിടെ നമ്മുടെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് വന്നിരിക്കുക. 4 പാളി ജനൽ കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെയും കബോർഡുകളുണ്ട്. തടി കൊണ്ട്, തേക്കൻ തടി കൊണ്ട് തന്നെയുള്ള കബോർഡുകളാണ്. ഇവിടെയും ടോയ്ലറ്റ് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും ടോപ്പായിട്ടുള്ള രീതിയിൽ തന്നെ ടോയ്ലറ്റിൽ മിറർ ലാമ്പ്, ഷവർ, അതുപോലെ തന്നെ നമുക്ക് ക്ലോസറ്റ്, ഇതെല്ലാം ടാപ്പുകൾ, ചൂടുവെള്ളത്തിൻ്റെ കണക്ഷന്, ഇതെല്ലാ സംവിധാനങ്ങളും നമ്മൾ ഈ ടോയ്ലറ്റിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുക. നിങ്ങൾ എത്ര നാളായി വിദേശത്താണെങ്കിൽ എത്ര നാളായി ജോലിക്ക് കയറിയിട്ട് എന്നുള്ളതൊക്കെ ബാധകമാണ്. പ്രായം ബാധകമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ജോലി ചെയ്യുന്നവർക്ക് എത്ര വയസ്സായി എന്നുള്ളത് കൂടിയുണ്ട് ലോൺ കിട്ടുന്നതിന്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ടോ, ഇവിടെ നമ്മുടെ വാഷ് ഏരിയയാണ് വന്നിരിക്കുക. വാഷ് ഏരിയയിൽ നമ്മുടെ ഷാമ്പു, ഹാൻഡ് വാഷൊക്കെ എടുത്ത് വെക്കാനായിട്ടുള്ള ഒരു കബോർഡ് കൂടി ചെയ്തിട്ടുണ്ട്. ലോണിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ 60 വയസ്സായ 50 വയസ്സായ ഒരാളെ സംബന്ധിച്ച് 60 വയസ്സ് വരെ ലോൺ കിട്ടുകയുള്ളൂ. ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ പെൻഷനും കൂടെ കണക്കാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ടുള്ളവർക്ക് 60 വയസ്സിന് മേളിലും ലോൺ കിട്ടുന്നതാണ്. അല്ലാത്ത സാധാരണ ജോലിയുള്ളവരെ സംബന്ധിച്ച് 60 വയസ്സ് വരെയാണ് അവർക്ക് ലോൺ കിട്ടുക. 50 വയസ്സുള്ള ഒരാളാണെങ്കിൽ 10 വർഷത്തെ ലോണേ കിട്ടുകയുള്ളൂ. 40 വയസ്സുള്ള ഒരാളാണെങ്കിൽ അവർക്ക് 20 വർഷത്തെ ലോൺ കിട്ടും. അങ്ങനെയാണ് ലോൺ. അതൊക്കെ ഞങ്ങളെ വിളിച്ചു കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി തരുന്നതാണ്. അപ്പോൾ ഏത് സാലറി ഉള്ളവർക്കും ലോൺ ചെയ്യാൻ സാധിച്ചേക്കും. അതൊക്കെ നിങ്ങൾ ഞങ്ങളോട് കൃത്യമായി പറഞ്ഞാൽ ഞങ്ങൾക്ക് അതനുസരിച്ച് ചെയ്തു തരാൻ പറ്റും. സിവിൽ സ്കോർ ഇല്ലാത്തവർക്കും ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രൈവറ്റ് ജോലിയാണ് അല്ലെങ്കിൽ വിദേശത്താണ്, ഇതൊന്നും ബാധകമല്ല. എല്ലാവർക്കും ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ മനോഹരമായ കിച്ചണിലേക്ക് പ്രവേശിക്കുകയാണ്. കിച്ചൺ നല്ല മനോഹരമായ കബോർഡ് വർക്കുകൾ, അലങ്കൃതമായ കബോർഡ് വർക്കുകൾ നമുക്ക് കാണാം. തേക്കൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന നല്ല കബോർഡ് വർക്കുകൾ. ആ കബോർഡ് വർക്കുകൾ ഇവിടെ കാണുമ്പോൾ ഏറ്റവും മനോഹരമായ നാനോ വൈറ്റ് ഇട്ടുകൊണ്ടാണ് ഈ കബോർഡുകൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. കിച്ചൺ വളരെ നല്ല വലിപ്പമുള്ള നല്ല വിശാലമായ ഒരു കിച്ചണാണ്. അതുപോലെ ഇവിടെ ഒരു ഫുൾ ഔട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു സംഭവം തന്നെ ഏറ്റവും നല്ല മനോഹരമാണ്. കാരണം ഇതിനൊക്കെ നല്ല റേറ്റ് വരുന്നു എന്നത് മാത്രമല്ല, നമ്മളുടെ വീട്ടിൽ എല്ലാ സാധനങ്ങളും, എന്തുമാത്രം സാധനങ്ങൾ ഇതിനകത്ത് അടുക്കി വയ്ക്കാൻ സാധിക്കുമെന്നറിയാമോ. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് വന്നിരിക്കുക. അപ്പോൾ ഫ്രിഡ്ജ് വയ്ക്കുവാൻ, വാഷിംഗ് മെഷീൻ വെക്കുവാനൊക്കെ ആയിട്ടുള്ള പോയിൻ്റ് സ്പെഷ്യലി ഇട്ടിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോറാണ്. നമ്മൾ ഇതുവഴി പുറത്തെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഇതുവഴി വന്നതാണ്. അപ്പോൾ ഫ്രണ്ടിലെ ഡോറുകളായിക്കോട്ടെ, ബാക്കിലെ ഡോറുകളായിക്കോട്ടെ, ജനൽപ്പാളികൾ, ചുറ്റുമുള്ള ജനൽപ്പാളികൾ, ഇതെല്ലാം തേക്ക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന, കബോർഡുകളെല്ലാം തേക്ക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരവും ഗംഭീരവുമായ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന ആഗ്രഹം തോന്നുന്നവർ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. ഈ വീഡിയോയുടെ ഇപ്പോൾ ഫോൺ നമ്പർ ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞങ്ങളുടെ ഫോൺ നമ്പറുണ്ട്. വിളിച്ച് ഏത് സമയത്ത് വന്നാലും നിങ്ങൾക്ക് പ്രോപ്പർട്ടി കാണുവാനായിട്ടുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോസുമായി മീനച്ചൽ